എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ്. 18-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഉപമ യേശു ശിഷ്യന്മാർക്ക് ആവർത്തിക്കുന്നതും ശരീരം മുഴുവനായും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നതിനേക്കാൾ പാപഹേതുവാകുന്ന ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. യേശു ഒരു ശിശുവിനെ കൈകളിൽ എടുത്ത് തന്റെ രാജ്യത്തിലെ മഹത്വത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ മത്തായി 5-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഗിരിപ്രഭാഷണത്തിനിടെ കർത്താവ് പറഞ്ഞ 2 വ്യക്തമായ ഉപമകൾ ഇവിടെ ആവർത്തിച്ചതായി കാണാം. നിങ്ങളുടെ ശരീരം മുഴുവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നതാണ് നല്ലത് എന്ന ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നതിലൂടെ തന്റെ ശിഷ്യന്മാർക്കൊരു ഇടർച്ച ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന എന്തും മാറ്റിവെക്കാൻ യേശു തന്റെ അനുയായികളെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയോ കൈ മുറിക്കുകയോ ചെയ്യണമെന്ന രീതിയിൽ യേശുവിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല. മറിച്ച് കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ അസാധാരണമായ ത്യാഗങ്ങൾ ചെയ്യാൻ നാം തയ്യാറായിരിക്കണം എന്നാണ് യേശു കർത്താവ് ഉദ്ദേശിക്കുന്നത്. 2 കൈകളോ 2 കാലുകളോ ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ അംഗഹീനനായി അല്ലെങ്കിൽ വികലാംഗനായി ജീവനിൽ പ്രവേശിക്കുന്നത് നല്ലതെന്നും 2 കണ്ണുള്ളവനായി നരകത്തിലെ തീയിൽ എറിയപ്പെടുന്നതിനേക്കാൾ 1 കണ്ണുമായി ജീവനിൽ പ്രവേശിക്കുന്നതും നല്ലതാണ് എന്നതിലൂടെ പാപത്തെ എന്തു വില കൊടുത്തും ഒഴിവാക്കേണ്ടതാണ് എന്നും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യം എത്രയും പ്രിയപ്പെട്ടതായാലും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് യേശു കർത്താവ് ആലങ്കാരികമായി ഇവിടെ പറയുന്നു. താൽക്കാലികമായ ഭൗമിക പാപം ആസ്വദിക്കാനുള്ള പ്രലോഭനത്തിന് വഴങ്ങുന്ന ജീവിതം നയിക്കുന്നവർ ദൈവത്തിന്റെ നിത്യ രാജ്യത്തിലുള്ള പ്രവേശനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും. തന്നെത്താൻ ത്യജിക്കാതെ പാപത്തിന് വഴങ്ങുന്ന ജീവിതം നയിക്കുന്നവർക്ക് നിത്യാഗ്നി എന്ന അറിയിക്കുന്ന ശിക്ഷ ലഭിക്കും എന്നും ക്രിസ്തുവിനെ അനുഗമിക്കാനും പാപത്തെ ചെറുക്കാനും വിശ്വസ്തരായവർ ക്രിസ്തുവിന്റെ കൂടെ നിത്യരാജ്യത്തിൽ ഓഹരിക്കാരാവും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 10-11 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എളിമയുള്ളവരെ നിന്ദിക്കരുതെന്നും അവരെ സംരക്ഷിക്കാൻ നിയമിക്കപ്പെട്ട സ്വർഗത്തിലെ ദൂതന്മാർ പ്രത്യേകം ദൈവസന്നിധിയിൽ എപ്പോഴും നിലകൊള്ളുന്നു എന്നതിനാൽ ഈ വിശ്വാസികളോടുള്ള അനാദരവിനും അവഹേളനത്തിനും ദൈവത്തിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടെന്നും അർത്ഥമാക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവിൻ എന്ന് 10-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുന്നതിലൂടെ ഏറ്റവും ബലഹീന ക്രിസ്തുവിശ്വാസിയെ പോലും നിന്ദിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത് എന്നും അവരെ വിലമതിക്കുകയും വളരെ അധികം ബഹുമാനിക്കുകയും വേണമെന്നും കർത്താവ് അർത്ഥമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അനുയായികൾ അവിശ്വാസികളായ മറ്റ് ലോക മനുഷ്യരുടെ സാധാരണ രീതികളിൽ പരസ്പരം നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്നും ദൈവം വിശ്വാസികൾക്ക് നൽകുന്ന മൂല്യം കണക്കിലെടുത്ത് പരസ്പരം ബഹുമാനം നൽകണം എന്നതാണ് ക്രിസ്തുയേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. എല്ലാത്തിനും ഉപരി കർത്താവ് പറയുന്നത് വിശ്വാസികളുടെ ദൂതന്മാർ എപ്പോഴും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുഖം കാണുന്നു എന്നാണ്. ഓരോ വിശ്വാസിക്കും കാവൽ മാലാഖമാർ ഉണ്ടെന്നതിന്റെ തെളിവായി അനേക വേദപണ്ഡിതന്മാർ ഈ വാക്യത്തെ കരുതുന്നു. കർത്താവ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ദാസന്മാരായി ശുശ്രൂഷിക്കുന്നതും കൽപ്പനകൾ സ്വീകരിക്കാനും അനുസരിക്കാനും തയ്യാറായി നിൽക്കുന്ന ബലവും ശക്തിയുമേറിയ സ്വർഗീയ ദൂതന്മാർ ഈ എളിയ വിശ്വാസികളുടെ സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ അവരെ ഒരിക്കലും നിന്ദിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത് എന്നാണ്. ക്രിസ്തു വിശ്വാസികൾക്ക് ഇങ്ങനെ ദൂതന്മാരുടെ മേൽനോട്ടമുള്ളതിനാലും അവരെ പരിപാലിക്കുന്ന ദൂതന്മാർ ദൈവസിംഹാസനത്തിന് സമീപമുള്ളതിനാലും ദൈവമക്കളെ അവഹേളിക്കുന്നതിനോ അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതിനോ ആരും മുതിരരുത് എന്നും അല്ലാത്തപക്ഷം ഏറ്റവും കഠിനമായ ന്യായവിധികൾ നേരിടേണ്ടി വരും എന്നും കർത്താവ് സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 91
11, 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. 12-ാം വാക്യം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന തിരുവഴുത്തിലൂടെ ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കുവാൻ ദൂതന്മാരെ നിയോഗിക്കുന്നു എന്നും തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശ്വാസികളെ എല്ലായിടത്തും അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനും അവർക്ക് ദൈവിക സംരക്ഷണം നൽകുവാനും ദൈവം തന്റെ ദൂതന്മാർക്ക് ദൗത്യം നൽകിയിരിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. മത്തായി 18-11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ ആഴമായ കരുതലിന്റെ ചിത്രീകരണമായി നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു. യേശു കർത്താവ് ഒരു ചോദ്യ രൂപത്തിൽ ഒരു ചെറിയ ഉപമ പറയുന്നതായി കാണുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 വിട്ടിട്ട് വഴിതെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് അന്വേഷിക്കാൻ പോകുന്നില്ലയോ? നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോയിട്ടില്ലാത്ത 99 അതിൽ അവൻ സന്തോഷിക്കില്ലേ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ നല്ല ഇടയനാണ്. ക്രിസ്തു യേശുവിന്റെ ഈ ചിത്രം സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 14-15 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് അവൻ വന്നിരിക്കുന്നത് എന്നതിലും ഉപരിയായി തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുന്ന സ്നേഹം കർത്താവ് വ്യക്തമാക്കുന്നു. യെശയ്യാപ്രവചനം 40-11 വാക്യത്തിൽ, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും എന്ന് ദൈവം കരുണയുള്ള ഒരു ആട്ടിടയനെ പോലെ തന്റെ ജനത്തെ സംരക്ഷിക്കുകയും സ്നേഹത്തോടെ അവരെ കൈക്കൊണ്ട് കാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ വഴിതെറ്റിപ്പോയ ആട് എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് പ്രലോഭനത്തിനും പാപത്തിനും വഴങ്ങുന്ന വിശ്വാസികളെ കുറിച്ചാണ് എന്ന് വ്യക്തമാണ്. മുൻ വാക്യത്തിൽ സ്വന്തം പാപത്തെ എത്രത്തോളം ഗൗരവമായി നേരിടണമെന്ന് കഠിനമായ അതിശയോക്തിയോടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം കാണാതെ പോയ ഒരു ആടിനെ പിന്തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടയനെ പോലെയാണ് സ്വർഗീയ പിതാവ് എന്നും ഒരു പാപിയുടെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. യെഹെസ്കേൽ 34-11-12 വാക്യങ്ങളിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരു ഇടയൻ ചെതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും എന്ന് ദൈവം സ്വന്തം ആടുകളെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ജനത്തെ സംരക്ഷിക്കുവാനുള്ള വാഗ്ദത്തം പ്രഖ്യാപിക്കുന്നത് നാം വായിക്കുന്നു. 14-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് പറയുന്നതിലൂടെ താൻ നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ പറഞ്ഞതിന്റെ ലക്ഷ്യം വ്യക്തമാക്കുന്നു. ഒരു നല്ല ഇടയൻ ഒരിക്കലും തന്റെ ആട്ടിൻകൂട്ടത്തിലുള്ള ഒരു ആടിനെയും വഴിതെറ്റിപ്പോയാലും ഉപേക്ഷിക്കുന്നില്ല എന്നും എപ്പോഴും അവയെ അന്വേഷിക്കുകയും അവയെ കണ്ടെത്തി കൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വഴിതെറ്റിപ്പോയ ദൈവമക്കളിൽ ഒരാളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണെന്ന് യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പിതാവിന്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി സ്വർഗസ്ഥനായ പിതാവിന് തന്റെ മക്കളോടുള്ള അത്ഭുതകരമായ സ്നേഹവും കൃപയും രക്ഷയ്ക്കായുള്ള തന്റെ ശക്തിയും കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു.